കുറച്ച് ദിവസങ്ങളായി മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ച ഒരു വാർത്തയാണ് ശിശുക്ഷേമ സമിതിയിലെ ആയമാർ ഒരു 2 വയസ്സുകാരി കുഞ്ഞ് കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് അവളെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ചുവെന്ന് അവൾക്ക് കൊടുത്തൊരു സമ്മാനം. പറക്കമുറ്റാത്ത പ്രായത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെടുത്തുന്ന കുഞ്ഞുങ്ങളാണല്ലോ അവർ അനാഥരാണല്ലോ. അതുകൊണ്ട് തന്നെ ആരും അവരോടൊന്നും ചോദിക്കാൻ വരില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ആ പാവം പിടിച്ച കുഞ്ഞുങ്ങളോട് ഈ സ്ത്രീകൾ ഇങ്ങനെ ചെയ്തത്. അജിത എന്ന സ്ത്രീ എന്തിനാണ് ഈ പാവം പിടിച്ച കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്തത്? 2 വയസ്സല്ലേ അവൾക്ക് പ്രായമുള്ളൂ. നമ്മുടെ എല്ലാ മക്കൾ ഇതേപോലെ തന്നെ കിടക്കയിൽ മൂത്രമൊഴിച്ചും നമ്മുടെ മടിയിൽ മൂത്രമൊഴിച്ചും ഒക്കെ തന്നെയല്ലേ വളർന്നു വന്നിട്ടുള്ളത്. ഇവരുടെ മക്കളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? അപ്പോഴും ഇവരിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ ചെയ്തിരിക്കുക അവരോടും? പാവം കുഞ്ഞിനെ ഉപദ്രവിച്ച ശേഷം ആരോടും ഇവർ പറഞ്ഞില്ല. ഏതോ ഒരു വിവാഹ സൽക്കാരത്തിൽ വെച്ച് വലിയ വീരസാഹിത്യ കഥ പറയുന്ന പോലെ കൂട്ടുകാരികളോട് പറഞ്ഞതാണ് ഇപ്പോൾ വിനയായിരിക്കുന്നത്. കുഞ്ഞു മൂത്രമൊഴിച്ചതിന് ഞാൻ തക്ക ശിക്ഷ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് വിനയായി. ഇത് കേട്ടു നിന്നവരോ? അവരും ആരോടും പറഞ്ഞില്ല. കേട്ടു നിന്ന് പറയാത്തവരും വലിയ തെറ്റ് തന്നെയല്ലേ ചെയ്തത്? അവരുടെ മനസ്സും ശരിക്കും കല്ല് തന്നെയല്ലേ? അവരും അമ്മമാരല്ലേ? അവർക്കും മക്കളുണ്ടായിരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അവർ ആ രഹസ്യം ആരോടും പറയാതിരുന്നത്? പിന്നീട് ഒരായ വന്ന് കുഞ്ഞിനെ കുളിപ്പിച്ചപ്പോഴാണ് അവളുടെ നിലവിളി സഹിക്കാൻ വയ്യാതെ പരിശോധിച്ചപ്പോഴാണ് ഇതുപോലെ മുറിവുകൾ കണ്ടത്. അവരുടെ മനസ്സും കല്ലല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ടാണല്ലോ അവർ ഈ രഹസ്യം എല്ലാവരോടും അറിയിച്ചതും ഇതുപോലെ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നതും. ഈ പ്രതികൾക്ക് തക്ക ശിക്ഷ തന്നെ കിട്ടട്ടെ. എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ദൈവത്തിൻ്റെ കോടതിയിലും അതുപോലെ നീതിന്യായ വ്യവസ്ഥയുടെ കോടതിയിലും തക്ക ശിക്ഷ തന്നെ കിട്ടട്ടെ. പാവം കുഞ്ഞുങ്ങൾ, ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങളോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? നിങ്ങൾക്കും വിഷമമുണ്ടായിട്ടില്ല ഇത് കേട്ടിട്ട്? ആരോടും ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളോട്. അവർക്ക് എന്തറിയാം? അവർക്ക് ആരോട് എന്തെങ്കിലും പറയാൻ അറിയുമോ? അവർക്ക് സംസാരിക്കാൻ കഴിവുണ്ടോ? ഇല്ല. പാവം കുഞ്ഞുങ്ങൾ, അവർക്ക് ദൈവമുണ്ടാകട്ടെ.